നമസ്കാരം. CPM-ൽ ചേരിപ്പോര് കത്തുന്നു. പാനൂർ സംഭവം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ആഘാതമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP പാർട്ടികൾ പാനൂർ സംഭവം മൂർച്ചയുള്ള വാളാക്കുമ്പോൾ അതിൽ തലയേറ്റ് വീഴുകയാണ് CPM. സംഭവം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വടകര ഇടത് സ്ഥാനാർത്ഥിയായ KK ശൈലജയെ തന്നെയാണ്. നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് നടന്നതെന്ന് കട്ടക്കലിപ്പിൽ തന്നെ KK ശൈലജ അടക്കമുള്ള പാർട്ടി നേതാക്കൾ പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. KK ശൈലജയുടെ ജനവിധി പാനൂർ സംഭവത്തിലൂടെ തിരിഞ്ഞേക്കാമെന്ന ഭയം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. CPM-ന്റെ കൊട്ടേഷൻ സംഘങ്ങളെ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും പാർട്ടിക്ക് മാറ്റി നിർത്താമായിരുന്നു എന്നതടക്കമുള്ള ചർച്ചകൾ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വരുമ്പോൾ കണ്ണൂരിലെ CPM-ന്റെ രാഷ്ട്രീയത്തിന് വാക്പോര് ശക്തമാവുകയാണ്. പുറത്തു പറയാനാകാത്ത വിധം പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നു. KK ശൈലജയെ സംബന്ധിച്ച് വടകര നിർണായകമായ മണ്ഡലമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസും അക്രമ രാഷ്ട്രീയവും ചർച്ചയാക്കുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനം. ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങൾക്കെതിരെ ശൈലജ സ്വയം പ്രതിരോധവുമായി രംഗത്തെത്തി. പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ലെന്ന ശൈലജ തുറന്നടിക്കുകയാണ്. ക്രിമിനലായി കഴിഞ്ഞാൽ അവരെ ക്രിമിനലുകളായി കണ്ടാൽ മതിയെന്നും ശൈലജ വ്യക്തമാക്കുകയാണ്. നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിപിഴച്ചു പോകുന്ന ചെറുപ്പക്കാരുണ്ട്. സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് UDF-ന്റെ പ്രചാരണമെന്നും KK ശൈലജ വ്യക്തമാക്കുകയാണ്. പാനൂർ സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജയ്ക്കെതിരായ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തുറന്ന മറുപടിയുമായി ശൈലജ രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിന്റെ വീട്ടിൽ CPM നേതാക്കൾ സന്ദർശനം നടത്തിയതും വലിയ ചർച്ചയായി മാറിയിരുന്നു. വടകരയിൽ വിഷയം ശൈലജയ്ക്കെതിരായി ഉപയോഗിക്കാനാണ് UDF നീക്കമെന്നും പറയുന്നു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തിനെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും നീളുന്നത് P ജയരാജനിലേക്കും കൂടിയാണ്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനത്തിൽ നടന്നത് കുപ്രചാരണമാണെന്ന വിശദീകരണവുമായി P ജയരാജൻ പാനൂർ പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനവുമായി എത്തിയത്. അതേസമയം പാനൂർ സംഭവം ഇലക്ഷൻ കമ്മീഷനെ നേരിട്ടറിയിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. KK ശൈലജ കേൾക്കുന്ന വൻ തിരിച്ചടി തന്നെയാകും ഇത്.